അമ്മയെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അരിഞ്ഞു തള്ളുന്നായ നിന്നെ ഞാൻ. ബിനോയിയുടെ അലർച്ചയിലും മുഖമടച്ചു വീണ അവന്റെ വലങ്കൈയിന്റെ കരുത്തിലും ആകെ വിറച്ചു നിന്നുപോയി നവാസ്. അച്ഛനില്ലാത്ത എന്നെയും എന്റെ അനിയനെയും എന്റെ അമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് വളർത്തിയത്. 30 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല അച്ഛൻ മരിക്കുമ്പോൾ അമ്മയ്ക്ക്. വേറൊരു കല്യാണം കഴിക്കാൻ കുടുംബക്കാരും കൂട്ടുകാരും നിർബന്ധിച്ചപ്പോൾ പോലും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചോളാമെന്ന് പറഞ്ഞ എൻ്റെ അമ്മയാണോടാ ഈ 45-ാം വയസ്സിൽ ബ്ലേഡ് ഗിരിക്ക് മുൻപിൽ തുണി? ദേഷ്യത്തിൽ പറഞ്ഞ് അവസാനമെത്തിയതും പറഞ്ഞു വന്നത് തുടരാൻ കഴിയാതെ ശരീരമാകെ പാഞ്ഞൊരു വിറയലിൽ പാതിയായി നിർത്തി ബിനോയ്. ശക്തമായി തന്റെ ഹൃദയമിടിക്കുന്നത് കാതോരമറിയുമ്പോൾ താൻ പറയാനൊരുങ്ങിയ വാക്കുകളിൽ കുടുങ്ങിപ്പിടഞ്ഞു അവൻ. ബ്ലേഡ് ഗിരിക്ക് മുൻപിൽ തന്റെ അമ്മ മാനം പണയം വെച്ച് കടക്കാരിയാവുക. ആ ചിന്ത മനസ്സിലേക്ക് ഇരച്ചെത്തിയതും ബിനോയിയുടെ കണ്ണുകൾ നവാസിനെ തേടി. തന്റെ അടിയേറ്റ് തിണർത്ത വലങ്കവിളിൽ കൈ ചേർത്ത് ഭയന്ന് തന്നെ നോക്കുന്നവനെ കണ്ടതും അവൻ അരികിലേക്ക് ചുവടുവെച്ചു ബിനോയ്. ഇനി എന്നെ തല്ലല്ലേടാ ബിനോ. അവിടെ കവലയിൽ വെച്ച് ബ്ലേഡുഗിരി അവന്റെ കൂട്ടാളികളോട് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതുകൊണ്ടാണ് നിന്നോടത് അങ്ങനെയേ വന്നു പറഞ്ഞത്. അല്ലാതെ നിന്റെ അമ്മയെ മോശക്കാരിയാക്കിയതോ അമ്മയെപ്പറ്റി അനാവശ്യം പറഞ്ഞതോ അല്ല ഞാൻ. എന്റെ ഉമ്മച്ചിയാണ് സത്യം. തന്നിലേക്ക് നടന്നടുക്കുന്ന ബിനോയിയെ ഭയത്തോടെ നോക്കി പിന്നിലേക്ക് അടിവെച്ച് നീങ്ങി നവാസ് പറഞ്ഞതും കൈ നീട്ടി അവനെ പിടിച്ച് തനിക്കരികിലേക്കായി നിർത്തി ബിനോയ്. കുഞ്ഞുനാളു മുതൽ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ വഴിപിഴച്ച് ജീവിക്കുന്ന തന്നെ ഉപേക്ഷിച്ച് പല വഴി ചിതറിപ്പോയപ്പോഴും കൂടെ നിന്നവനാണ്. തന്റെ ദേഷ്യവും ചീത്തയും എല്ലാം ഏറ്റുവാങ്ങിയിട്ടും അകന്നു പോകാതെ അരികെ ചേർത്ത് പിടിച്ചവനാണ്. ആ അവനെയാണ് കൈനീട്ടി അടിച്ചത്. കണ്ണു നിറഞ്ഞു ബിനോയിയുടെ. എല്ലാവരെയും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് തന്റെ ജീവിതമെന്ന് തോന്നിയവന്. അറിയാതെ ഒരു തേങ്ങൽ ചീൾ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചതും തന്റെ വലങ്കൈ അവന്റെ ചുമലോര ഇട്ടവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നവാസ്. ബിനു, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലടാ. നമ്മളറിയാതെ എന്തൊക്കെയോ ഉണ്ടവിടെ. വർഷം 3-4 നീ വീടുപേക്ഷിച്ചിറങ്ങിപ്പോന്നിട്ട്. അതും ഒരു നന്ദിയില്ലാത്തവൾക്ക് വേണ്ടി. തന്റെ വാക്കുകൾ ബിനോയ് കേൾക്കുമെന്ന് തോന്നിയതും ശബ്ദം താഴ്ത്തി അവനെ ഉപദേശിച്ചു നവാസ്. നന്ദിയില്ലാത്ത ഒരുവൾക്ക് വേണ്ടി. ബിനോയുടെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങി നവാസിന്റെ ആ വാക്കുകൾ. നവാസിനെ എതിർക്കാനോ തല്ലി അകറ്റാനോ കഴിയാതെ നിശ്ചലമായി പോയിരുന്നു അവൻ. അവൻ പറഞ്ഞത് 100% സത്യമാണ്. കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെയും കൗമാരം പിന്നിട്ട അനിയത്തിയെയും വീട്ടിലുപേക്ഷിച്ച് താൻ ഇറങ്ങി വന്നത് പ്രണയത്തിന്റെ മേലാവരണം ചാർത്തി തന്നെ മയക്കിയ ഒരുവൾക്ക് വേണ്ടിയാണ്, ലിൻഡയ്ക്ക് വേണ്ടി. അവൾക്കൊപ്പം ജീവിക്കാൻ അവളുടെ വീട്ടുകാർ തടസ്സമായപ്പോൾ വളരെ നിസ്സാരമായി തന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചിറങ്ങി വന്നു അവൾ തനിക്കരികിലേക്ക്. ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്നവൾ തിരികെ ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമാണ്. അവൾ അവളുടെ കുടുംബം ഉപേക്ഷിച്ചതുപോലെ താൻ തന്റെ കുടുംബത്തെയും ഉപേക്ഷിക്കണമെന്ന്. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും എത്ര പെട്ടെന്നാണ് താനവൾക്ക് വേണ്ടി തന്റെ അമ്മയെയും അനിയത്തിയെയും മറന്നത്, പാതി വഴി ഉപേക്ഷിച്ചിറങ്ങി വന്നത്. എന്നിട്ട് ഇന്നാൽ എന്റെ എവിടെ? വെറും 6 മാസത്തെ ജീവിതത്തിനൊടുവിൽ തന്നെക്കാൾ നല്ലൊരുവനെന്ന് അവൾക്ക് തോന്നിയ ഒരുത്തനൊപ്പം വളരെ നിസ്സാരമായി തന്നെ ഉപേക്ഷിച്ച് പോയി അവൾ. ഇന്നലെ വരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഇന്ന് കണ്ട തനിക്കു വേണ്ടി ഉപേക്ഷിച്ചവൾ നാളെ തന്നെക്കാൾ നല്ല ഒരുവനെ കണ്ടാൽ തന്നെ ഉപേക്ഷിക്കുമെന്നത് താൻ അറിയാൻ വൈകിപ്പോയിരുന്നു. എല്ലാവർക്കും മുന്നിലും ഒരു കോമാളിയായി പരിഹാസപാത്രമായി താൻ തീർന്നുവെന്ന തോന്നലിൽ കൂടെ കൂട്ടിയ മദ്യമാണ് പിന്നെ തന്നെ ഇന്നുവരെ നിയന്ത്രിച്ചിരുന്നത്. തന്റെ ചുറ്റും നടക്കുന്നതൊന്നും താൻ അറിഞ്ഞിരുന്നില്ല, അറിയാൻ ശ്രമിച്ചതുമില്ല. തന്നെ തിരികെ വിളിക്കാൻ കൂടെ കൊണ്ടുപോകാൻ വന്ന അമ്മയെ കഠിനമായ വാക്കുകളാൽ വേദനിപ്പിച്ച് ഇറക്കിവിട്ടു താനെന്നതുപോലും നവാസ് പറഞ്ഞ അറിവേ തനിക്കുള്ളൂ. അത്രയ്ക്കും ബോധം നശിച്ച ദിനങ്ങളായിരുന്നു തന്റെ ഇന്നലെകൾ. നാളുകൾ കഴിഞ്ഞൊരു ദിവസം രൂപത്തിലും സ്വഭാവത്തിലും അമ്മയുടെ മകനായി ആ മുന്നിൽ ചെന്നു നിന്നു ബിനോയ്. മുഖത്ത് നോക്കാതെ തലയും താഴ്ത്തി മുന്നിൽ വന്ന് നിൽക്കുന്ന ബിനോയിയെ കണ്ണെടുക്കാതെ നിറമിഴികളോടെ നോക്കി നിന്നു വസുധ. 2 വർഷം മുമ്പ് അമ്മയെയും പെങ്ങളെയും ഉപേക്ഷിച്ച് സ്നേഹിക്കുന്ന പെണ്ണിനൊപ്പം പോയവനാണ്. തനിച്ചു താമസിക്കേണ്ട അവളെയും കൂട്ടി ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ പടിയിറങ്ങിപ്പോയവൻ. ഭർത്താവ് മരിച്ചതിനു ശേഷമുള്ള തന്റെ ജീവിതമാണ് വസുധയുടെ മുന്നിൽ അന്നേരം തെളിഞ്ഞു വന്നത്. അന്തിച്ചോപ്പ് ആകാശത്ത് മായും മുമ്പേ ആണൊരുത്തൻ അന്തിക്കൂട്ടിനില്ലാത്ത പെണ്ണുങ്ങളുടെ അരവണ്ണമളക്കാൻ മുഖം മറച്ച് പടിതാണ്ടിയെത്തുന്ന പകൽമാന്യന്മാരുടെ കൈക്കരുത്തിനെ ചെറുത്ത് തോൽപ്പിച്ചിരുന്നത് ശരീരത്തിന്റെ ബലം കൊണ്ടായിരുന്നില്ല, മനസ്സിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ്. നാളുകൾ കഴിയുമ്പോൾ തനിക്ക് കരുത്തായി തന്റെ മകനുണ്ടാകുമെന്ന വിശ്വാസത്തിന്റെ മനോബലം. അത് തകർത്തെറിഞ്ഞവൻ പടിയിറങ്ങുമ്പോൾ അത്രനാൾ പൊരുതി നിന്ന മനോബലവും തകർന്നു പോയിരുന്നു.
ചെയ്ത തെറ്റിനൊന്നും ക്ഷമ ചോദിക്കുന്നില്ലമ്മേ. ക്ഷമിക്കാൻ കഴിയുന്നതല്ല ഞാൻ ചെയ്തു വെച്ചതെന്നറിയാം. ഒരവസരം കൂടി തരണം അമ്മയുടെ മകനായി ജീവിക്കാൻ. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരോടെ വസുധയുടെ കാൽക്കലേക്ക് വീണ ബിനോയിയെ ചേർത്ത് പിടിക്കാൻ മാത്രമുള്ള മനക്കരുത്തെ ആ അമ്മയിലപ്പോൾ അവശേഷിച്ചിരുന്നുള്ളൂ. നിങ്ങൾ നൽകുന്ന പണത്തിന് ഈടായി സ്വന്തം ശരീരം തരുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നെൻ്റെ അമ്മയുടെ പേര് വെട്ടിമാറ്റിയേക്ക് ഗിരിയേട്ടാ. എൻ്റെ അമ്മ വാങ്ങിയ പണം എത്രയായാലും നിങ്ങൾ പറയുന്ന പലിശ തന്നത് വീട്ടിക്കോളാം ഞാൻ. എനിക്കിത്തിരി സാവകാശം തന്നാൽ മാത്രം മതി. പലിശ പിരിവിനിറങ്ങിയ ബ്ലേഡ് ഗിരിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ബിനോയ് പറയുമ്പോൾ അവനൊപ്പമിരുന്ന നവാസിന്റെ ദേഹം ഭയത്താൽ കിടുകിടുത്തിരുന്നു. നീ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല ബിനോയ്. ഞാൻ പലിശയ്ക്ക് പണം കൊടുക്കുന്നവൻ തന്നെയാണ്. അതിന് ഈടായി പലരിൽ നിന്നും പലതും വാങ്ങിയിട്ടുണ്ട്. സ്വന്തം ശരീരം കൊണ്ട് മുതലും പലിശയും തന്നു വീട്ടിയവരുണ്ട് കൂട്ടത്തിൽ. അങ്ങനെ ശരീരം തന്നവരെല്ലാം സ്വമനസാല തന്നവരാണ്. ബലമായിട്ടൊന്നും പിടിച്ചു വാങ്ങിയിട്ടില്ല ഇതുവരെ ആരിൽ നിന്നും ഞാൻ. നിന്റെ അമ്മ നിന്റെ അനിയത്തിയുടെ പഠനത്തിനാവശ്യമായ പണം ചോദിച്ചപ്പോൾ ഈട് ചോദിച്ചിട്ടില്ല ഞാൻ. ഈടായൊന്നും എനിക്ക് തന്നിട്ടുമില്ല വസുധ. എന്നിട്ടും ഞാനവർക്ക് പണം കൊടുത്തു. അതവരോടുള്ള വിശ്വാസം കൊണ്ടും അവരെന്ന സ്ത്രീയോടുള്ള എൻ്റെ ബഹുമാനം കൊണ്ടുമാണ്. ഇതിലെവിടെയാണ് ബിനോയ് ഞാൻ തെറ്റ് ചെയ്തത്? നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ബിനോയ്. ശാന്തതയോടുള്ള ഗിരിയുടെ സംസാരത്തിൽ ബിനോയിയുടെ നോട്ടം നവാസിലെത്തിയതും കണ്ടു ഭയന്നു വിറച്ച് തന്നെ നോക്കുന്നവനെ. ഗിരിയോട് യാത്ര പറഞ്ഞ് അല്പം മുന്നോട്ട് നീങ്ങിയതും നവാസിന്റെ കഴുത്തിലമർന്നു ബിനോയിയുടെ കൈകൾ. നിന്റെ നശിച്ച ജീവിതം മതിയാക്കി നിന്നെ തിരികെ നിന്റെ വീട്ടിലെത്തിക്കാൻ വേറൊരു വഴിയും ഞാൻ കണ്ടില്ല ബിനു. അതുകൊണ്ട് പറഞ്ഞൊരു കള്ളമാണത്. ബിനോയിയുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് നവാസ് പറഞ്ഞതും അവനിലുള്ള പിടിമുറുക്കി ബിനോയ്. എൻ്റെ അമ്മയെപ്പറ്റി അനാവശ്യം പറഞ്ഞാണോടാ എന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത്? മുരണ്ടു ബിനോയ്. നിന്റെ അമ്മയോട് ഗിരി കാണിച്ച മര്യാദയൊന്നും ഈ നാട്ടുകാർ കാണിക്കില്ലടാ. ഗിരിയിൽ നിന്ന് നിന്റെ അമ്മ പണം വാങ്ങിയെന്നറിഞ്ഞപ്പോൾ മുതൽ ഈ നാട്ടുകാർ നിന്റെ അമ്മയെ കാണുന്നത് മോശം സ്ത്രീയായിട്ടാണ്. നീ തിരികെ നിന്റെ അമ്മയുടെ അടുത്തെത്തിയാൽ തീരുന്നതേയുള്ളൂ നാട്ടുകാരുടെ ധൈര്യമെന്നറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ നുണയാണത്. തന്റെ കയ്യിൽ കുതറിപ്പിടഞ്ഞ് പറയുന്നവനെ നിറയാനൊഴുകുന്ന മിഴികളോടെ നോക്കിയൊരു നിമിഷം ബിനോയ് തന്റെ നെഞ്ചോട് ചേർത്തവനെ ആഞ്ഞു പുൽകുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ തനിക്കായി നൽകിയപ്പോഴും ഇവനെപ്പോലെ ഒരുവനെ തന്റെ കൂട്ടുകാരനായി തന്നതിന് അറിയാവുന്ന ദൈവങ്ങളോടെല്ലാം നന്ദി പറഞ്ഞു ബിനോയ്. തകർന്ന് തളർന്നു വീഴുമ്പോഴും സമൂഹത്തിനു മുൻപിൽ ഒന്നുമല്ലാതായി നമ്മൾ നാണം കെട്ടു നിൽക്കുമ്പോഴും ചേർത്ത് നിർത്താൻ ഇതുപോലെ ഒരു സൗഹൃദമുണ്ടെങ്കിൽ ഒറ്റപ്പെടില്ല ഒരിക്കലും എവിടെയും നമ്മളാരും. തിരിച്ചറിഞ്ഞു ബിനോയ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.